ഇതേപോലത്തെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കും അതേപോലെ ഒരു ബാംബൂ സ്റ്റിക്കും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം ഉണ്ടാക്കിയെടുക്കാം. ഇത് പക്ഷെ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അങ്ങനെ രണ്ടും ചേർത്ത് ഒട്ടിച്ചതിന് ശേഷം രണ്ട് സൈഡിലും ഓരോ സ്റ്റിക്കും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിന്റെ ലെങ്ത് അളന്നെടുത്തിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റിക്കും കൂടെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ജുംകാസും ഇയറിംഗ്സും ഒക്കെ ഇതേപോലെ ഹാങ് ചെയ്തിട്ടിട്ട് ഫോട്ടോഷൂട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ, ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇതേപോലത്തെ ക്ലിപ്പിന്റെ ഹാങ്ങർ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നോ? അതേപോലത്തെ ക്യൂട്ട് ഹാങ്ങേഴ്സ് ഉണ്ടാക്കിയെടുക്കുക, ഡിഫറെന്റ് കളേഴ്സിലുള്ള. എന്നിട്ട് ഇതേപോലെ തൂക്കി കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ഡോൾസിന്റെ ക്ലോത്ത്സ് ഉണ്ടാവില്ലേ, അത് ഇതേപോലെ ഹാങ് ചെയ്തിടാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ ഇപ്പൊ പറയാൻ പോകുന്നതാണ് ഇന്നത്തെ മെയിൻ ഐറ്റം. അതിൽ ജസ്റ്റ് നിങ്ങൾ പേപ്പർ ക്ലിപ്പ് ഇതേപോലെ ആ സ്റ്റിക്കിനുള്ളിലേക്ക് കയറ്റിയിടുക. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് പോൾറോയിഡ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസോ എന്തെങ്കിലും പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടാവില്ലേ, അത് ഇതേപോലെ തൂക്കിയിടാം. ഇനിയിപ്പോ ഇത് ഫോട്ടോസ് ഒന്നുമില്ല, വേറെ എന്തെങ്കിലും ടു ഡു ലിസ്റ്റോ റിമൈൻഡേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഇതേപോലെ ഹാങ് ചെയ്തിടാം. അപ്പൊ നിങ്ങളുടെ ഡെസ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി എടുത്ത് കാണാനും പറ്റും. ഞാനിവിടെ എന്റെ ഫോട്ടോസ് തന്നെയാണ് കേട്ടോ ഹാങ് ചെയ്തിടുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വെക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അടിപൊളി ടേബിൾ ഡെക്കർ ആണ് കേട്ടോ. ഇതിന്റെ മുന്നേ പറഞ്ഞ രണ്ട് ഐഡിയയും ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോൾ എന്റെ മൈൻഡിൽ വന്നതാണ്. അപ്പൊ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഈ മൂന്നെണ്ണത്തിൽ നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.